ആരെയും ദ്രോഹിക്കണമെന്നൊരു മനസ്സുകൊണ്ട് പോലും ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് പലരും. ഇവരെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിലും അവർക്ക് തിരിച്ചങ്ങോട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ സംസാരിച്ച് തന്നെ അത് ക്ലിയർ ഒരു സംഭവം കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവർക്ക് പൈസയുടെ ആവശ്യങ്ങളോ കാര്യങ്ങളോ വരാൻ നേരത്ത് ഇവരാരും സപ്പോർട്ടിന് കാണില്ല. കുറേ ആഗ്രഹങ്ങളുണ്ടാവും, ഒരു കാറ് വാങ്ങണം അല്ലെങ്കിൽ ഒരു ബൈക്ക് വാങ്ങണം, അങ്ങനെയുള്ള പല ആഗ്രഹങ്ങളുണ്ടാവും. അതൊക്കെ നിറവേറുന്ന ഒരു സമയമാണ് 20. പക്ഷേ ഈ ഓണത്തോടുകൂടി അവർ വിചാരിച്ച കാര്യങ്ങളെല്ലാം ഭവിക്കാൻ പോവുകയാണ്. നമസ്കാരം. മെട്രിക്സ് ചാനലിൻ്റെ സെഗ്മെൻ്റായ ജ്യോതിഷ കൃഷ്ണാമൃതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ ആഗസ്റ്റ് സെപ്റ്റംബർ മാസഫലത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ ഏതൊരു നാളിൻ്റെ കാര്യം അതായത് മാസഫലം പറയുന്നതിന് മുമ്പ് ആ നക്ഷത്രക്കാരുടെ കുറച്ച് ഗുണഗണങ്ങളെക്കുറിച്ചാണ് ആദ്യം നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നത്. അവരുടെ ഇപ്പോഴത്തെ കാര്യവും അതുപോലെ അവരുടെ ഗുണഗണങ്ങളെക്കുറിച്ചും ആണ് നമ്മൾ ആദ്യം പറഞ്ഞിട്ടാണ് ആ മാസഫലത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഒട്ടു സമയങ്ങളെ നമുക്ക് പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ ഗുണഗണങ്ങളെക്കുറിച്ച് തന്നെ നമുക്ക് പറയാം. പൂരുരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർ അവരുടെ ബാല്യകാലമൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടിൻ്റെയും അതുപോലെ കഷ്ടപ്പാടിൻ്റെയൊക്കെ ആയിരിക്കും. പലപ്പോഴും ഒരു അനിശ്ചിതാവസ്ഥയിലായിരിക്കും അവരുടെയൊക്കെ ബാല്യകാലം കടന്നു പോയിട്ടുള്ളത്. അതിൽ നിന്ന് തന്നെ അവർ കഷ്ടപ്പാടിൻ്റെ കാര്യമൊക്കെ നമുക്ക് അതായത് അവരുടെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ പഠനത്തിലാണേലും എന്തൊരു കാര്യത്തിലാണേലും ഭയങ്കര അഗ്രസീവായിട്ട് പ്രവർത്തിക്കാനും നല്ലൊരു ജോലി അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ സമ്പാദിക്കണമെന്നൊക്കെ ആഗ്രഹമുള്ള ആൾക്കാരായിരിക്കും. ആരെയും ദ്രോഹിക്കണമെന്നൊരു മനസ്സുകൊണ്ട് പോലും ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് പലരും. ഇവരെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിലും അവർക്ക് തിരിച്ചങ്ങോട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ സംസാരിച്ച് തന്നെ അത് ക്ലിയർ ചെയ്യുന്ന ആൾക്കാരാണ്. അതുപോലെ എല്ലാവരെയും സഹായിക്കാനുള്ള ഒരു മെൻറ്റാലിറ്റി അവർക്കുണ്ട്. പക്ഷെ തിരിച്ചു കിട്ടുന്ന എപ്പോഴും ദ്രോഹമായിരിക്കും അല്ലെങ്കിൽ മോശമായിട്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇവരാർക്കെങ്കിലും പൈസ കടം കൊടുത്തു എന്ന് വിചാരിക്കുക, തിരിച്ച് കിട്ടാനായിട്ട് ഇവർ കുറേ പാടുപെടും. കാരണം ഇവർക്ക് എന്തെങ്കിലും ഒരു സംഭവം കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവർക്ക് പൈസയുടെ ആവശ്യങ്ങളോ കാര്യങ്ങളോ വരാൻ നേരത്ത് ഇവരാരും സപ്പോർട്ടിന് കാണില്ല. ഇവർ നല്ല രീതിയിൽ തന്നെ സംസാരിക്കുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അല്ല ഉദാഹരണമായിട്ട് ഓണത്തെക്കുറിച്ചൊന്ന് എഴുതൂ അല്ലെങ്കിൽ ഓണത്തിൻ്റെ പടം വരയ്ക്കൂ, അങ്ങനെ ഓണാത്തപ്പൂക്കൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ 100% അല്ല 110% നല്ല വൃത്തിക്ക് ചെയ്യും. അതായത് ഒരു കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവരതിനെക്കുറിച്ച് നല്ല ഗ്രാഹ്യമായിട്ട് തന്നെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ അത് ആൾക്കാരെ കൺവിൻസ് ചെയ്യും. അതിനുള്ള ഒരു ബുദ്ധിയും കഴിവും എല്ലാം ഈശ്വരൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈശ്വരാനുഗ്രഹം നല്ല പോലെയുള്ള ആൾക്കാരാണ് പൂരുരുട്ടാതി നക്ഷത്രക്കാർ. ഇവർക്ക് ബാല്യം ഭയങ്കര കഷ്ടപ്പാടാണേലും ഒരു 21 വയസ്സൊക്കെ കഴിയാൻ നേരത്ത് അവർക്ക് കുറച്ച് നല്ല രീതിയിലൊക്കെ മെച്ചപ്പെടും. ആവശ്യത്തിനുള്ള സമ്പാദ്യം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്കാണേലും നല്ല രീതിയിലൊക്കെ 21 വയസ്സിന് ശേഷം നല്ല രീതിയിലൊക്കെ ശോഭിക്കാൻ പറ്റും. അതുപോലെ ആവശ്യത്തിൽ കൂടുതൽ ധനം ഉണ്ടാക്കുകയും വീട് വാങ്ങുകയും ഈ പറഞ്ഞ അവരുടെ കുറേ ആഗ്രഹങ്ങളുണ്ടാവും. ഒരു കാറ് വാങ്ങണം അല്ലെങ്കിൽ ഒരു ബൈക്ക് വാങ്ങണം, അങ്ങനെയുള്ള പല ആഗ്രഹങ്ങളുണ്ടാവും. അതൊക്കെ നിറവേറുന്ന ഒരു സമയമാണ് 21 വയസ്സിന് ശേഷം. പിന്നെ ചിലരുടെ കാര്യത്തിൽ ഈ പറഞ്ഞ ശനിയുടെ കാര്യങ്ങളുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് 7 ശനിയുടെ അപഹാര കാലഘട്ടമാണ്. ഒപ്പം ജന്മശനിയുടെ അപഹാര കാലഘട്ടം കൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അതുപോലെ കുറച്ച് പൈസയൊക്കെ വന്നു കഴിയുമ്പോൾ കുറച്ച് ആഡംബര പ്രിയരാകും ഇവർ. കുറച്ച് നല്ല രീതിയിലൊക്കെ ഇവർക്ക് ആഡംബരമൊക്കെ കാണിക്കണം, നല്ല ഡ്രസ്സ് ധരിക്കണം, ഈ പറഞ്ഞ പോലെ തന്നെ വില കൂടിയ വാഹനങ്ങൾ അല്ലെങ്കിൽ അതുപോലെയുള്ള വീടൊക്കെ മേടിക്കണമെന്നൊക്കെ നല്ല രീതിയിൽ ആഗ്രഹമുള്ള ആൾക്കാരാണ്. അപ്പം ഈ പറഞ്ഞ ശനിയുടെ അപഹാരം ഉണ്ടെങ്കിൽ കുറച്ചൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അവർക്ക് വരും ഈ സമയത്ത്. അപ്പോൾ അതിൽ ചില വഴിപാടുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ശിവനെയൊക്കെ ഒന്ന് പ്രീതിപ്പെടുത്തിയൊക്കെ പോവുകയാണെങ്കിൽ കാര്യങ്ങളൊക്കെ ശരിയാവും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയിട്ട് പറയാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുള്ള ആൾക്കാരാണ്. അതായത് നല്ലൊരു മനസ്സിൻ്റെ ഉടമകളാണ്. അതുപോലെ തന്നെ
എല്ലാവരുമായിട്ട് നല്ലൊരു എന്താ പറയുന്നത് ഒരു ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുപോകുന്ന ആൾക്കാരാണ് ഈ പറഞ്ഞ പൂരുരുട്ടാതി നക്ഷത്രക്കാർ. എന്ത് കാര്യം ഒരു ഭംഗിയോടുകൂടിയും ഉത്തരവാദിത്വത്തോടു കൂടി അവർ പൂർത്തിയാക്കും. ചെയ്യുന്ന ജോലിയോടൊക്കെ ഒരു 100%, 110% ആത്മാർത്ഥതയാണ്. ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവരെന്ത് കഷ്ടപ്പെട്ടിട്ടാണേലും ആ ഒരു കാര്യം അവർ നേടിയെടുക്കും. അതുപോലെ തന്നെ ജോലിയുടെ കാര്യത്തിലാണെങ്കിലും പൂർണ്ണമായ ഉത്തരവാദിത്വത്തോടെ ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പറഞ്ഞ പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ ഗുണഗണങ്ങൾ. ഇനി ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തെ ഫലം പറയാം. പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ കാര്യം എന്ന് പറഞ്ഞാൽ, അതായത് ആഗസ്റ്റ് സെപ്റ്റംബർ മാസ ഫലം, ഈ ഓണം നിങ്ങൾ തൂക്കുമെന്ന് ചോദിച്ചാൽ അത് എടുത്തു എന്ന് തന്നെ പറയാം. കാരണം അത്രയ്ക്ക് കുറച്ച് കാലങ്ങളായിട്ട്, അതായത് ഒരു 1-2 മാസമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളും ക്ലേശവും, ശരിക്കും പറഞ്ഞ ഉറക്കമില്ലായ്മ പോലും ഉണ്ടായിരുന്ന ആൾക്കാരാണ് പൂരുരുട്ടാതി നക്ഷത്രക്കാർ. പക്ഷേ ഈ ഓണത്തോടുകൂടി അവർ വിചാരിച്ച കാര്യങ്ങളെല്ലാം ഭവിക്കാൻ പോവുകയാണ്. കാരണം കിട്ടാതെ ഇരിക്കുന്ന കുറച്ച് പൈസയൊക്കെ എന്തെങ്കിലും കടം കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ലോണിന് അപേക്ഷിച്ചിട്ടുണ്ടാവും, അതെല്ലാം കിട്ടാൻ പോവുകയാണ്. കുറച്ച് സാമ്പത്തികമായിട്ട് ഉയർച്ച കാര്യങ്ങളൊക്കെ വരാൻ പോവുകയാണ്. ഈശ്വരാനുഗ്രഹം കൊണ്ട് കർമ്മരംഗത്ത് നേട്ടം വരികയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ തൊഴിൽപരമായിട്ട് കുറച്ച് അസ്വസ്ഥത കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കാം കുറച്ച് നാളായിട്ട്. അതൊക്കെ മാറി ഈശ്വരാനുഗ്രഹം കൊണ്ട് തന്നെ ഇവർക്ക് കർമ്മരംഗത്ത് നേട്ടം, അതോടൊപ്പം തന്നെ എന്തെങ്കിലും ജോലി, ചിലപ്പം പുറത്തേക്ക് പോകാനൊക്കെ അവർ ട്രൈ ചെയ്യുന്നുണ്ടാവും. അതൊക്കെ നേടിയെടുക്കുന്ന ഒരു സമയമാണ് ഇനി വരുന്ന കുറച്ച് നാളുകൾ. അതായത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തോടുകൂടി അവർക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കാനും അതുവഴി തന്നെ സാമ്പത്തികമായി നേട്ടം ഉണ്ടാകാനൊക്കെ ഉള്ള യോഗം കാണുന്നു. ഇല്ലെങ്കിൽ തന്നെ ഇപ്പം ജോലി ചെയ്യുന്നവർക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് പ്രവർത്തിക്കാനും ആവശ്യത്തിലധികം അവർ ചിന്തിച്ച രീതിയിൽ, അല്ലെങ്കിൽ അവർ കുറച്ച് നാളായിട്ട് അവർ കുറച്ച് ആഗ്രഹങ്ങളും കാര്യങ്ങളും ഉണ്ട്, ഇത്ര രൂപ കിട്ടണം, ഇതുപോലെ ആകണം എന്നൊക്കെ, ഒരു മനസ്സമാധാനം എന്നൊക്കെ പറയുമല്ലോ. കുറേ കാര്യങ്ങളിൽ നമുക്ക് പണം ഉണ്ടെങ്കിലേ മനസ്സമാധാനമുള്ളൂ, അതില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളും തന്നെയാണ്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പം പറയാൻ നേരത്ത് വേണമെങ്കിൽ കുറേ കാര്യങ്ങൾ പറയാൻ പറ്റും. പലരും പറയുന്ന ഒരു മനസ്സമാധാനമാണ് മെയിനെന്ന് പലരും പറയും, പണമൊന്നുമല്ല എന്ന് പറയും. പക്ഷേ പണമില്ലെങ്കിൽ തന്നെ മനസ്സമാധാനം നഷ്ടപ്പെടുന്ന ഒരു രീതിയിലൂടെ, ഒരു കലിയുഗത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എന്തിനും പണം വേണം. പൈസ ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ, അതായത് കൂടെയുള്ള കൂട്ടുകാർക്ക് പോലും ചിലപ്പോൾ വേണ്ടാതെ വരും. ബന്ധുക്കൾ പോട്ടെ, ബന്ധുക്കൾ ഒരു സൈഡിൽ നിന്നുണ്ടാവും, എങ്കിലും കൂടെയുള്ള നമ്മുടെ അത്രയും ഒരു ഫ്രണ്ട്ഷിപ്പായിട്ടുള്ള കൂട്ടുകാർക്ക് പോലും നമ്മുടെ ഈ പണമില്ല ചിലപ്പോൾ വേണ്ടാതെ വരുന്ന ഒരു കലിയുഗത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. പണമില്ലെങ്കിൽ ചിലപ്പം മനസമാധാനം പോകും. പക്ഷേ നമുക്ക് ഏറ്റവും വേണ്ടത് മനസമാധാനം ഇതുമല്ല ആണെന്ന് നമുക്ക് തന്നെ അറിയാം. എന്നാലും ആൾക്കാരുടെ കുടുംബത്തിലൊരു ഐക്യം, സന്തോഷം, അതൊക്കെയാണ് ഏറ്റവും വലുത്. അപ്പോൾ അവർക്കൊരു സന്തോഷം കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ സാമ്പത്തികമായിട്ട് നമ്മൾ ഉയരണം, വേണ്ടേ? ഇപ്പോൾ ഓണത്തിനായിക്കോട്ടെ കാര്യങ്ങളൊക്കെ, ഓണസദ്യ ഒരുക്കാനായിട്ടുള്ള പണം വേണം, പുതിയ ഓണക്കോടി വാങ്ങിക്കാൻ പണം വേണം, ഇല്ലേ? അപ്പോൾ അതൊക്കെ വന്നു ചേർന്നെങ്കിൽ മാത്രമേ നമുക്കൊരു ഹാപ്പിനെസ്. അല്ലാതെ കുറേ കടം മേടിച്ചിട്ട് പൈസ ഉണ്ടാക്കി ആ കടം വീട്ടാനായിട്ട് പിന്നെ നമ്മൾ കിടന്ന് ഓടേണ്ട സ്ഥിതിയൊക്കെ വരും. അപ്പം അതൊക്കെ മാറി നമ്മുടെ കയ്യിലേക്ക് കുറേ സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ വരുന്നൊരു സമയമാണ് പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഈ ആഗസ്റ്റ് സെപ്റ്റംബർ മാസം. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് വിട്ടുവീഴ്ച മനോഭാവം ചെയ്യുന്നതോടുകൂടി തന്നെ നമുക്ക് കുടുംബത്തും അതുപോലെ തന്നെ തൊഴിൽ മേഖലയിലൊക്കെ ഒരു സമാധാനം ഉണ്ടാവും. ചില കാര്യങ്ങൾ അങ്ങനെ ചെയ്യാൻ പറ്റും. നമ്മുടെ ഈഗോ അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ മാറ്റി വെച്ചാൽ നമുക്കൊരു മനസമാധാനം കാര്യങ്ങളുണ്ടാവും. തൊഴിൽ രംഗത്ത് പ്രശ്നമുള്ളവരുണ്ടാവും, അതുപോലെ തന്നെ കുറച്ച് മാനസികമായിട്ടൊക്കെ കുറച്ച് ബുദ്ധിമുട്ട്, ടെൻഷൻ, ഓവർ തിങ്കിങ് ഒക്കെ അനുഭവിക്കുന്നവരുണ്ടാവും. അവർക്കൊക്കെ നല്ല ആത്മവിശ്വാസത്തോടുകൂടി ജോലി ചെയ്യാനുള്ളൊരു കാര്യമൊക്കെ ഈ മാസം, അതുപോലെ തന്നെ അടുത്ത മാസത്തോടു കൂടിയൊക്കെ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. കാരണം കുറച്ച് പോസിറ്റിവിറ്റി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും. അതുകൊണ്ട് തന്നെ ഇവർ കുറച്ച് കാര്യങ്ങളെ മുന്നോട്ട് വരാനും അതുവഴി തന്നെ പല വിധമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കാനുള്ള യോഗം പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് കാണുന്നു. അതുപോലെ മാതാപിതാക്കളുമായി കുറച്ചു കാലം ആയിട്ട് നിന്നിരുന്ന, അതായത് മാതാപിതാക്കളും ഇവരും തമ്മിലുള്ള കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറി കുടുംബത്തിലൊരു സന്തോഷവും ഐക്യവും വരാനുള്ളൊരു കാര്യങ്ങൾ
ഈ ഒരു ഓണക്കാലത്ത് തന്നെ ഇവർക്ക് കാണുന്നുണ്ട്. കാരണം അവരുമായിട്ടുള്ള ഒരു പഴയ ഒരു സ്നേഹം കുറച്ച് നാളായിട്ടൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അതൊക്കെ നഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ ഈ ഓണക്കാലത്തോടുകൂടി അവരുമായിട്ട് പഴയ ഒരു ബോണ്ടിങ്, അല്ലെങ്കിൽ അമ്മയായിട്ട് മകനായിക്കോട്ടെ മകനായിക്കോട്ടെ അവർ തമ്മിലുള്ള ഒരു ഐക്യം, പഴയ പോലുള്ള ഒരു സ്നേഹം അത് തിരിച്ചു വരാനുള്ളൊരു കാര്യങ്ങളൊക്കെ കാണുന്നു. അതുപോലെ തന്നെ വളരെ ശ്രദ്ധിച്ച് വേണം പണമൊക്കെ ചിലവാക്കാനായിട്ട്. കടം കൊടുക്കരുത്. വളരെയധികം അത്രയ്ക്ക് അറിയാവുന്നവർക്ക് മാത്രമേ പൈസ എന്തെങ്കിലും കടം കൊടുക്കാവുള്ളൂ. അത് വളരെയധികം ശ്രദ്ധിക്കുക. എന്തിടപാടുകളായിക്കോട്ടെ, അതുപോലെ തന്നെ ജോലി സംബന്ധമായിട്ടുള്ള പണമിടപാടുകളൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പം വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും വരില്ല. അത്രയ്ക്ക് നിങ്ങൾക്ക് താല്പര്യം അല്ലെങ്കിൽ അത്രയ്ക്കും നിങ്ങൾക്ക് ഉറപ്പുള്ളവർക്ക് മാത്രമേ ഈ പണമൊക്കെ കടം കൊടുക്കാവുള്ളൂ. അതുപോലെ തന്നെ ഈ പറഞ്ഞ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലുള്ള സമ്പാദ്യത്തിൻ്റെ, അതായത് ഈ പണത്തിൻ്റെ ഇടപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, അത് വളരെയധികം ശ്രദ്ധിച്ച് തന്നെ നിർവഹിക്കുക. അതുപോലെ തന്നെ കർമ്മരംഗത്ത് പലവിധപ്പെട്ട പരീക്ഷണങ്ങളുണ്ടാകുകയും അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനും, അതുപോലെ തന്നെ ഈ പറഞ്ഞ കർമ്മരംഗത്ത് ധനലാഭവും ഉയർച്ചയും വരാനുള്ളൊരു യോഗം കൂടി കാണുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഭദ്രകാളി ക്ഷേത്രത്തിൽ നിങ്ങൾ കടും പായസം പുരുട്ടാതി നക്ഷത്രത്തിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ടുള്ള ഉയർച്ചയും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. വീഴ്ച വരാതിരിക്കാനുള്ളൊരു കാര്യം കൂടി ഭദ്രകാളിക്ക് കടും പായസം ചെയ്യുന്നതുകൊണ്ട് വരുന്നതാണ്. ഈ ഓണക്കാലത്തെന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമായിട്ടും അതുപോലെ തന്നെ കാര്യങ്ങളിലൊക്കെ വിജയം കൂടി വരുന്ന ഒരു സമയമാണ് ഇവർക്ക്. കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് കാലമായിട്ട് നിന്നിരുന്ന കഷ്ടപ്പാടും ദുരിതവും കാര്യങ്ങളൊക്കെ മാറി ഓണക്കാലത്ത് വളരെ സന്തോഷമായിട്ട് ഫാമിലിയായിട്ട് ഇവർക്ക് സന്തോഷിക്കാനുള്ള യോഗം കാര്യങ്ങൾ കാണുന്നു. കിട്ടാത്ത, അതായത് കുറച്ച് നാളായിട്ട് കിട്ടാനുള്ള പണം ഇവർക്ക് കിട്ടുന്നതാണ്. അതിനോടൊപ്പം തന്നെ ജോലിയിൽ ഉയർച്ച കാര്യങ്ങൾ വരും. പുറത്തേക്ക് പോകാനുള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനെ ഒരു ജോലിയും അതിനോടൊപ്പം നേട്ടം കൈവരിക്കാനുള്ളൊരു യോഗമൊക്കെ കാണുന്നുണ്ട്. പൊതുവെ പറഞ്ഞാൽ ഓണക്കാലം ഉരുട്ടാതി നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമാണ്. കാര്യം ഈ പറഞ്ഞ അവർക്ക് ഈ ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ പറയുകയാണെങ്കിലും പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് മാത്രമേ നമ്മൾ ഈ പറയുന്നതിൻ്റെ കറക്റ്റായിട്ടുള്ള ഫീലിംഗ് മനസ്സിലാവുള്ളൂ. കുറച്ച് കാലമായി നിന്നിരുന്ന കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഞാൻ എടുത്തെടുത്ത് പറയാൻ നേരത്ത് അവർക്കത് മനസ്സിലാവും. ബാക്കിയുള്ള നക്ഷത്രക്കാർക്കല്ലേ ഇത് കേട്ടിരിക്കുന്നവർക്ക് ചിലപ്പോൾ തമാശയായിട്ടായിരിക്കും തോന്നുന്നത്. പക്ഷെ അവർക്കറിയാം അതിൻ്റെ പെയിൻ എത്രയാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, അങ്ങനെയുള്ളൊരു കാര്യം മാറി അവർക്ക് ഭയങ്കര ഒരു മനസ്സിന് സന്തോഷിക്കാനുള്ളൊരു സമയം കൂടി വരികയാണ് ഈ പറയുന്ന ഈ ഓണക്കാലം. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ പൂരുട്ടാതി നക്ഷത്രക്കാരുടെ ആഗസ്റ്റ് സെപ്റ്റംബർ മാസഫലം. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ ഓണക്കാലം തൂക്കിയെന്ന് തന്നെ പറയാം. അതുപോലുള്ള കാര്യവിജയം ഈശ്വരാനുഗ്രഹം കൊണ്ട് കാര്യങ്ങളെല്ലാം റെഡിയാവും. അപ്പം ഇതുമായിട്ട് എന്തെങ്കിലും സംശയം കാര്യങ്ങളുണ്ടെങ്കിൽ, ഇതിൻ്റെ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പറയാം. അതുപോലെ തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ, ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ, ഇപ്പോഴത്തെ സമയം, മുന്നോട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ബിസിനസ് എന്തെങ്കിലും തുടങ്ങാൻ അങ്ങനെയുള്ള ആഗ്രഹിക്കുന്ന ആൾക്കാർ അവരുടെ സമയം കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് താഴെ കാണുന്ന ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്തോളൂ. ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പറയാം. എല്ലാവരെയും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുന്നു. നമസ്കാരം. ജീവേഷ്.